ബിമാജിക്കിന്റെ 2161 സൂം മീറ്റിലേക്ക് ബിമാജിക് ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സിനെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് സെഷൻ ലീഡ് ചെയ്യുന്നത് AI ഫോർ ടൈം മാനേജ്മെന്റ് എന്ന ടോപ്പിക്കുമായി GCI മണ്ണാർക്കാട് സെക്രട്ടറിയും ഡോക്ടർ സോഫിയാസ് ജനനി ആയുർവേദ മാനേജിംഗ് ഡയറക്ടറുമായ സെന്തിൽ മാത്യു സാറാണ്. So, I am welcoming Sendil sir to this session. Sir. Yeah, very good morning and thank you. Very good morning. Good morning, sir. Okay, കേൾക്കാമല്ലോ അല്ലേ? Good morning. Good morning. Welcome, sir. Welcome. Okay, thank you. Okay. So, രാവിലെ നമ്മൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് നല്ല സെറ്റായിട്ട് ഇരിക്കുകയാണ്. അപ്പോ ഈ ഒരു രാവിലെ തന്നെ നമ്മുടെ ഒരു ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളെ കുറിച്ച് നമ്മുടെ ടൈം മാനേജ്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ അത് ഇത്രയും പങ്ക്ച്വലായിട്ട് രാവിലെ എണീക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ അധികം യൂസ്ഫുൾ ആകുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തില് ടൈമിനെ മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അല്ലെങ്കിൽ AI ഉപയോഗിച്ചിട്ട് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു കാര്യം മാത്രമേ ഇന്നിവിടെ നമ്മൾ സംസാരിക്കുന്നുള്ളൂ. ഓക്കെ, താങ്ക് യു. എന്നെ ഇവിടെ വെൽക്കം ചെയ്തതിന് ടീമിന് എല്ലാവർക്കും ആദ്യം തന്നെ നന്ദി അർപ്പിക്കുകയാണ്. എൻ്റെ പേര് സെന്തിൽ മാത്യു എന്നാണ്. മണ്ണാർക്കാടാണ് സ്ഥലം, പാലക്കാട് മണ്ണാർക്കാടാണ് സ്ഥലം. കറന്റ്ലി GCI മണ്ണാർക്കാടിന്റെ സെക്രട്ടറി ആണ്. അതുപോലെ തന്നെ എന്നെ വെൽക്കം ചെയ്തതുപോലെ തന്നെ നമ്മളൊരു ആയുർവേദ ഹോസ്പിറ്റലുണ്ട്, അതിന്റെ മാനേജിംഗ് ഡയറക്ടറാണ്. അപ്പോ അങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ. സോ എല്ലാവർക്കും ഈ സെഷനിലേക്ക് വെൽക്കം. നമ്മൾ ആദ്യം തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മളുടെ ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ടൈം മാനേജ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം എല്ലാവരും ഒന്ന് ആലോചിക്കുകയാണെന്ന് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ചെറിയൊരു ഫ്രീ ടൈം കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമ്മൾ അതിനെ മൊബൈലിന്റെ യൂസിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. ശരിയല്ലേ? അങ്ങനെ ശരിയാണ് എന്നുള്ള ആൾക്കാർ ജസ്റ്റ് യെസ് എന്നൊന്ന് കമന്റ് ചെയ്യാൻ പറ്റും. യെസ് എന്നൊന്ന് കമന്റ് ചെയ്യാൻ പറ്റും. നമ്മൾ മൊബൈലിലേക്കാണ് കൂടുതൽ എല്ലാവരും തിരിച്ചു പോകുന്നത്. അതായത് നമുക്കൊരു ചെറിയ ഫ്രീ ടൈം കിട്ടുന്നുണ്ടെങ്കിൽ മൊബൈലിലേക്കാണ് പോകുന്നത്. അങ്ങനെ പോകുന്ന ആൾക്കാർ. ഓക്കെ, തീർച്ചയായും. ഓക്കെ, ഒത്തിരി പേര് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്, വേറൊന്നുമല്ല. കാരണം നമുക്കൊരു ഫ്രീ ടൈം കിട്ടിക്കഴിയുമ്പോൾ ഇപ്പോഴത്തെ ഒരു കാലത്തില് നമ്മൾ എൻഗേജ്ഡ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ മൊബൈലിലേക്കാണ് പോകുന്നത്. മൊബൈലിൽ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സിസ്റ്റം ബിൽഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സോ ഇതേ മൊബൈൽ തന്നെ നമുക്ക് യൂസ് ചെയ്തിട്ട് നമ്മുടെ ടൈമിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് AI യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിവിടെ ഇന്നത്തെ സെഷനിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ AI എങ്ങനെ സഹായിക്കുന്നു എന്നുള്ളതാണ്. വേറൊന്നും നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ പറയുന്നത് നമ്മൾ AI എന്തിനാണ് ഉപയോഗിക്കുന്നത്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നും ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തരാം. വേറൊന്നുമല്ല, നമ്മളെ സഹായിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. നമ്മളുടെ ഒരു സഹായി ആവുക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അല്ലാതെ നമ്മളുടെ എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആളല്ല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. നമ്മളെ ജസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ കൂടത്തിൽ നടക്കുന്ന ഒരാള് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിൽ മാത്രമേ നമ്മൾ AI ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളത് ആദ്യം തന്നെ പറഞ്ഞു വെക്കുകയാണ്. അപ്പോ നമ്മളുടെ ഡെയിലി ലൈഫിൽ ഇപ്പൊ നമുക്ക് ഡയറി എഴുതുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഡയറിയിൽ ഇന്ന കാര്യങ്ങൾ ഇന്നത്തെ ദിവസം ചെയ്യണമെന്ന് എഴുതി വെക്കുന്ന ആൾക്കാരായിരിക്കാം നമ്മൾ. അപ്പോ ഇത്തരം കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്നതും അതുപോലെ തന്നെ അതിനുവേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു ടൈമുണ്ട്. ഈ കാര്യങ്ങൾ ഓർഡർ ചെയ്ത് ഇന്ന കാര്യങ്ങൾ ആദ്യം ചെയ്യണം, രാവിലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കണം, അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് നമുക്കൊരു പ്ലാനിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു AI ടൂളുകളുണ്ട്. അപ്പൊ അതിലേക്ക് ജസ്റ്റ് നമ്മളുടെ കാര്യങ്ങളെ കുറിച്ച്, നാളത്തെ പ്ലാനുകളെ കുറിച്ച് ജസ്റ്റ് ഒരു ഹിന്റുകൾ മാത്രമായിട്ട് കൊടുക്കുമ്പോൾ തന്നെ അതിനകത്ത് നിന്ന് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏതാണ്,
അല്ലെങ്കിൽ അതിൽ കുറച്ച് ഇമ്പോർട്ടൻസ് കുറവുള്ള കാര്യങ്ങൾ, രണ്ടാമത് ചെയ്യേണ്ട കാര്യങ്ങൾ ഏതാണ്, ഇത് നാളത്തേക്ക് മാറ്റി വെക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഏതാണ് എന്ന് നമുക്ക് ചാർട്ട് ചെയ്യാൻ സാധിക്കും. ഇതിന് നമ്മൾ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ടൂളുകൾ ആണ് സ്മാർട്ട് കലണ്ടേഴ്സ് എന്ന് പറയുന്നത്. ആ സ്മാർട്ട് കലണ്ടേഴ്സിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്നത് മോഷൻ ആൻഡ് റീക്ലൈം AI എന്നുള്ളതാണ്. ആക്ച്വലി ഇന്നത്തെ നമ്മുടെ ഈ ഒരു സെഷനിൽ നമ്മൾ അധിക സമയം ഇല്ലാത്തതുകൊണ്ട് ഇതിനെ ഒന്നും പരിചയപ്പെടുത്തുന്ന ഒരു സെഷനിലേക്ക് കടന്നു പോകുന്നില്ല. കാരണം ഞാൻ അതിന്റെ ഒരു ഞാൻ അതിന്റെ ഒരു ഇന്റർഫേസ് മാത്രം ഞാൻ കാണിച്ചുകൊണ്ട് പോവാം. വൺ സെക്കൻഡ്, ഞാൻ ഇന്റർഫേസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കൃത്യമായിട്ട് തന്നെ കൗണ്ട് ചെയ്യാമോ? കേൾക്കുന്നുണ്ട് സർ. ഓക്കെ, ഗുഡ്. സ്ക്രീൻ ഷെയർ ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ? ഇല്ല ഇല്ല. ഓക്കെ ഓക്കെ റൈറ്റ്. ഓക്കെ ഇല്ല ഓക്കെ, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ നമുക്ക് കാണുന്നുണ്ടാവും ഓട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ, മീൻസ് ഒരു AI ടൂളിന്റെ ഇന്റർഫേസ് ആണിത്. അപ്പൊ നമ്മൾ ഇതിലേക്ക് നമ്മളുടെ അതുപോലെ തന്നെ ഓട്ടർ കൂടാതെ മോഷൻ എന്ന് പറയുന്ന ഇത് കാണുന്നുണ്ടല്ലോ അല്ലെ? ഇപ്പൊ കാണാമല്ലോ അല്ലെ? ഓക്കെ, ഈ മോഷൻ എന്ന് പറയുന്ന ഈ ഒരു AI ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മളുടെ ഡെയിലി ലൈഫിലുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് സൈൻ ചെയ്തിട്ട് ജസ്റ്റ് നമ്മുടെ കാര്യങ്ങൾ ഇത് യൂസ് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഒന്ന് സൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള AI ടൂളുകൾ നമുക്ക് യൂസ് ചെയ്ത് ഡെയിലി ലൈഫിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെയിലി നമുക്ക് എങ്ങനെ ടൈം ടേബിൾ ഫിക്സ് ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ടൂളുകൾ ഉപയോഗിക്കാം. സോ ഈ രീതിയിൽ നമുക്ക് ഒരു ദിവസത്തെ കാര്യങ്ങൾ ചാർട്ട് ചെയ്യുന്നതിന്റെ സമയം നമുക്ക് ലാഭിക്കാൻ സാധിക്കും. അത് വളരെ കൃത്യമായിട്ട് ഓർഡറിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള AI ടൂളുകളായിട്ടുള്ള സ്മാർട്ട് കലണ്ടേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഫസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഇത്തരത്തിൽ നമ്മൾ ചാർട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ AI-നെ നമുക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതില് അടുത്ത ഒരു കാര്യമാണ് മീറ്റിംഗ് അസിസ്റ്റന്റുകൾ എന്ന് പറയുന്നത്. മീറ്റിംഗ് അസിസ്റ്റന്റ്, നമ്മളെല്ലാവരും തന്നെ മീറ്റിങ്ങുകൾ കൂടുകയും അതുപോലെ തന്നെ മീറ്റിംഗിന്റെ മിനിറ്റ്സ് അതുപോലെ റിപ്പോർട്ട്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. സോ അത്തരത്തിലുള്ള കാര്യങ്ങളെ നമുക്ക് വളരെ ഈസി ആയിട്ട്, നമ്മളൊരു ശ്രമപ്പെട്ട പണിയാണ് അല്ലെ, നമുക്കൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ട് അതിനെ ഒന്ന് റിപ്പോർട്ടാക്കി എഴുതി അതിന്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ട് പോവുക എന്ന് പറയുന്നത്. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ നമുക്ക് ഫയർഫ്ലൈസ് AI അല്ലെങ്കിൽ ഓട്ടർ AI എന്ന് പറഞ്ഞിട്ടുള്ള ഇതിന്റെ ഒരു ഇന്റർഫേസ് മാത്രമാണ് കാണിച്ചു തരാം. ഫയർഫ്ലൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷനിലേക്ക് നമ്മളുടെ മീറ്റിംഗ് റെക്കോർഡ് ചെയ്തിരിക്കുന്ന, വോയിസ് റെക്കോർഡ് ചെയ്തിരിക്കുന്ന റെക്കോർഡിംഗ് ഇട്ട് കഴിയുമ്പോൾ തന്നെ അതിന്റെ ഫുൾ റിപ്പോർട്ടുകൾ, അന്നത്തെ അജണ്ടാസ്, അതിന്റെ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ട ആക്ഷൻസ്, ഇതിനെക്കുറിച്ചെല്ലാം വളരെ സെപ്പറേറ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. ഈ റിപ്പോർട്ട് നമ്മൾ സാധാരണ എഴുതി ഉണ്ടാക്കുമ്പോഴേക്കും ഒരു 1, 2, 3 മണിക്കൂറുകൾ നമ്മൾ ശ്രമപ്പെട്ട ജോലിയാണ്. ഇതൊരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക്, അല്ലെങ്കിൽ 2, 3 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു മീറ്റിങ്ങിനെ, ഇപ്പൊ നമ്മൾ സ്കൂളിലാവാം, വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലാവാം, എന്തെങ്കിലും ഒരു ഒരു സംഘടനയുടെ പ്രോഗ്രാം ആവാം, ഇതിനൊക്കെ മീറ്റിംഗ്സ് എഴുതുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ ഈ ഒരു മീറ്റിംഗ് AI ടൂളുകൾ നമുക്ക് യൂസ് ചെയ്യാം. ഇത്തരത്തിൽ AI ടൂളുകൾ യൂസ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എസ് എന്ന് കമന്റ് ചെയ്യാമോ? ആരെങ്കിലും ഇതുപോലുള്ള ടൂളുകൾ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ? ഓക്കെ, അല്ലെങ്കിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നോ എന്ന് കമന്റ് ചെയ്തോളൂ. ഓക്കെ, 1-2 പേര് കമന്റ് ചെയ്യുന്നുണ്ട്. നോ എന്നാണ്
വന്നിരിക്കുന്നത്. യെസ്, ഓക്കെ, ബഷീർ കാലിക്കറ്റ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ബഷീർ സാർ, നമുക്ക് ഇത് യൂസ് ചെയ്തപ്പോ സാറിന്റെ സമയം എത്രത്തോളം കുറഞ്ഞു എന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാമോ? ബഷീർ സാർ മാത്രമാണ് യെസ് എന്ന് കമന്റ് ചെയ്തിരിക്കുന്നത്, ബാക്കി എല്ലാവരും നോ എന്നാണ് കമന്റ് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പം കുറച്ച് കാലമായിട്ട് ജെമിനി, മെറ്റ അതൊക്കെ ഉപയോഗിക്കാറ്. ഗ്രോക്ക് ഓക്കെ ഓക്കെ എന്തെങ്കിലും വെരി ഗുഡ്. ഡ്രാഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്തിട്ട് അതിലേക്ക് കൊടുത്താൽ അവരൊന്ന് ചെയ്ത് ലേറ്റസ്റ്റ് മോഡലാക്കി. അപ്പൊ ആ പണിക്ക് ഞാൻ വളരെയധികം ചിന്തിച്ച് ചെയ്യേണ്ട വർക്കൊക്കെ ടൈം സേവിങ് ആണ്. അതെ, ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, എനിവേ ബഷീർ സാർ ചെയ്തിരിക്കുന്നത് ഒരു, എനിക്ക് തോന്നുന്നു ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂന്നാ തോന്നുന്നു അല്ലെ, ജസ്റ്റ് ഒരു ഇനിഷ്യേറ്റീവ് എന്നുള്ള രീതിയിൽ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. സോ ഇത് യൂസ് ചെയ്യുന്നതോറും നമുക്കത് യൂസർ ഫ്രണ്ട്ലി ആയി മാറും. യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഈ പറഞ്ഞ പോലെ ഇപ്പൊ തന്നെ ഒരു ഇനീഷ്യൽ ആയിട്ട് തുടങ്ങിയ ഒരാളെന്ന നിലയിൽ തന്നെ ബഷീർ സാറിന് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു എന്നാ പറഞ്ഞത്. സോ നമ്മളൊരു ശ്രമപ്പെട്ട പണിയായിട്ട് കണ്ടിരുന്ന ഈ ഒരു എന്താ പറയുക, മീറ്റിംഗിന്റെ അജണ്ടാസ് അതുപോലുള്ള റിപ്പോർട്ട്സുകളൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്കിപ്പോ ഈ പറഞ്ഞ മീറ്റിംഗ് AI ടൂളുകൾ, മീറ്റിംഗ് അസിസ്റ്റൻസ് എന്നാണ് പറയുക അതിനെ, അത്തരത്തിലുള്ള ഫയർഫ്ലൈസ് AI, ഓട്ടർ AI, അതുപോലുള്ള AI ടൂളുകൾ നമുക്ക് യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ മീറ്റിംഗിന്റെ ആക്ഷൻസ്, മീറ്റിംഗിന്റെ സംഗ്രഹം എന്താണ്, ഇതിന്റെ നോട്ട്സ്, ഇതൊക്കെ എഴുതി നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിന്റെ കാര്യങ്ങൾ ക്രോഡീകരിച്ച് എഴുതി വെക്കാൻ സാധിക്കുന്ന ഒന്നാണ്. ഇത്തരത്തിൽ നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു AI ടൂളാണ് നമ്മുടെ മീറ്റിംഗ് അസിസ്റ്റന്റുകൾ. അടുത്തത് കണ്ടന്റ് ക്രിയേഷൻ അല്ലെങ്കിൽ ടാസ്ക് ക്രിയേഷൻസ്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇൻസ്റ്റഗ്രാമില് അല്ലെങ്കിൽ യൂട്യൂബില് കണ്ടന്റുകൾ ഇടുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കറിയാം അതിനൊരു നമുക്കൊരു കണ്ടന്റിന് ഒരു ലഭ്യത കുറവ്, അല്ലെങ്കിൽ നാളത്തേക്ക് എന്ത് കണ്ടന്റ് ഇടണം എന്ന് ആലോചിച്ച് സമയം കളയുന്ന ഒരു കാര്യം വന്നിട്ടുണ്ടാവും. കാരണം ആദ്യം 1-2 ദിവസത്തിനകമുള്ള കണ്ടന്റുകൾ നമ്മുടെ മൈൻഡിലുണ്ടാവും. പക്ഷെ 2 ദിവസം കഴിയുമ്പോഴേക്കും ഇനി എന്ത് കണ്ടന്റ് ഇടണം, അതാണ് അവിടെയായിരിക്കും നമുക്ക് സ്റ്റക്ക് ആവുന്നത്. അപ്പോഴേക്കും നമുക്ക് എന്ത് പറ്റും, കണ്ടന്റ് ഇടാൻ പറ്റാതെ ആവുകയും ഇതിനൊരു കറക്റ്റായിട്ട് ഒരു കണ്ടിന്യൂറ്റി കൊടുക്കാൻ പറ്റാതെ പോവുകയും ചെയ്യാറുണ്ട്. പക്ഷെ ഇത്തരം സമയങ്ങളിൽ നമുക്ക് എന്താണോ നമ്മൾ ആലോചിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു വൺ വീക്കിലേക്ക് എന്തൊക്കെ കൊടുക്കണം, അല്ലെങ്കിൽ ഒരു 1 മന്തിലേക്കുള്ള പ്ലാൻ എങ്ങനെ സെറ്റ് ചെയ്യണം, അതിനുള്ള കണ്ടന്റുകൾ നമുക്കൊരു 1-2 മിനിറ്റുകൾ കൊണ്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ഇന്ന കാര്യങ്ങൾ, ഇപ്പൊ ഞാൻ ഇന്ന് കുക്കറി ഷോയുടെ ഒരു കണ്ടന്റുകളാണ് ഞാൻ ഇടാൻ ഉദ്ദേശിച്ചത്. അങ്ങനെയാണ് എനിക്കൊരു 1 മന്തിലേക്കുള്ള പ്ലാനുകൾ തരുമെന്ന് പറഞ്ഞിട്ട് ഒരു പ്രോംപ്റ്റ് നമ്മൾ ChatGPTക്കോ അല്ലെങ്കിൽ ജെമിനിക്കോ കൊടുത്തു കഴിയുമ്പോൾ ക്ലൗഡ്, അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള AI ടൂളുകളുണ്ട്. അത് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള AI ടൂൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിന് ചെയ്യേണ്ടത്. അപ്പോൾ ആ ടൂളുകളിലേക്ക് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ നമുക്കൊരു 1 മന്തിലേക്കുള്ള ഒരു പ്ലാൻ നമുക്ക് ലഭിക്കും. സോ അതിനനുസരിച്ച് നമുക്ക് ഡേ ബൈ ഡേ നമുക്ക് ഇതിനെ പ്രിപ്പയർ ചെയ്ത് അതിനെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഇതൊരു കണ്ടന്റ് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് ഇത് വളരെയധികം യൂസ്ഫുൾ ആണ്. ഇതേ കാര്യം തന്നെ നമ്മളുടെ ഡെയിലി ലൈഫിൽ ഇപ്പോൾ ഒരു ടീച്ചർ ആണെന്നുള്ള ആൾക്ക് ഇന്ന പോർഷൻസ് ആണ് എനിക്ക് കവർ ചെയ്യേണ്ടത്, ഇന്ന സബ്ജക്റ്റില് ഇത്ര ദിവസമാണ് 10 ദിവസമാണ് എന്റെ മുന്നിലുള്ളത്, ഒരു ചാപ്റ്റർ എനിക്ക് കവർ ചെയ്യണം. അപ്പൊ ആ ചാപ്റ്ററിനെ കുറിച്ചുള്ള ബേസിക് ഐഡിയ നമ്മൾ AIക്ക് ഇട്ട് കൊടുക്കുന്നു. ഇത്ര ദിവസം കൊണ്ട് കവർ ചെയ്യണം എന്ന് പറയുമ്പോൾ ഓരോ ദിവസം എത്ര മണിക്കൂർ വെച്ചിട്ട് ഓരോ ടോപ്പിക്കും കവർ ചെയ്ത് പോകണം എന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു ചാർട്ട് നമുക്ക് തരും. ഈ രീതിയിൽ നമുക്ക് നമ്മുടെ ടൈം മാനേജ് ചെയ്യാൻ പറ്റും. ഇത് നമ്മളൊരു ശ്രമപ്പെട്ട പണി തന്നെയാണ് നമ്മളുടെ ഈ ടോപ്പിക്ക് സെലക്ട് ചെയ്യലും ഓരോ ടോപ്പിക്കിന് എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് പറയുന്നതും വളരെ ശ്രമപ്പെട്ട പണിയാണ്. ഇതിലാരെങ്കിലും ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാമോ, അല്ലെങ്കിൽ ടീച്ചറിന് ഒന്ന് കമന്റ് ചെയ്യാമോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാമോ? യെസ് ഒന്ന് കമന്റ് ചെയ്താലും മതി, ടീച്ചർമാരാരെങ്കിലും ഉണ്ടെങ്കിൽ. ഓക്കെ, എനിവേ നോ പ്രോബ്ലം. ഓക്കെ, ഇത്തരത്തില് നമുക്ക് നമ്മുടെ നിങ്ങൾ ഏത് മേഖലയിലാണെങ്കിൽ പോലും നമുക്ക് ഈ രീതിയിൽ ഇപ്പൊ ChatGPTയും അതുപോലെ തന്നെ ജെമിനായി ഒക്കെ ഉപയോഗിക്കുന്നവര് ഇതിന്റെ എല്ലാവരും തന്നെ ഉപയോഗിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, സോ അതില് നമുക്ക് ആ രീതിയിൽ സമയം കുറയ്ക്കാനും നമ്മുടെ ടൈം മാനേജ് ചെയ്യാനും സാധിക്കുന്ന ഒരു ടൂളുകളാണ് ഇത്തരത്തിൽ നമ്മൾ ചെയ്യുന്നത്.
ഓക്കെ, അടുത്തതൊരു ടൂൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അടുത്ത ഒരു മേഖല എന്ന് പറയുന്നത് നമുക്കിപ്പോ ഏറ്റവും ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമായിരിക്കാം ഇംഗ്ലീഷ് റൈറ്റിംഗ്, അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ ഗ്രാമർ മിസ്റ്റേക്കുകൾ ഉണ്ടാകുമോ എന്നുള്ള ഒരു ഒരു സംശയം നമുക്കുണ്ടാവുകയും അത് അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളുടെ സഹായം വേണമെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന സമയത്താണ് AI ടൂളുകൾ, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ ആ ഒരു രീതിയിലാണ് ഇപ്പോ AIനെ ഉപയോഗിക്കുന്നത്. ഇത്തരത്തില് യൂസ് ചെയ്യുമ്പോൾ വളരെ ക്ലിയർ ആയിട്ടുള്ള കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാനും ആ കണ്ടന്റിന്റെ തെറ്റുകൾ വളരെ ഈസി ആയിട്ട് മാറ്റാനും ഉപയോഗിക്കുന്ന ഗ്രാമർലി, ക്യുൽബിറ്റ്, ക്യുൽബോട്ട്, അതുപോലെ തന്നെ ജെമിനി ആണെങ്കിലും ചാറ്റ് GPT ഒക്കെ ആണെങ്കിലും നമുക്ക് ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കണ്ടന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നു, പ്ലീസ് കറക്റ്റ് ഇറ്റ് അല്ലെങ്കിൽ ഗ്രാമർ കറക്റ്റ് ഇറ്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി അതിലെ ഗ്രാമർ മാത്രം കറക്റ്റ് ചെയ്തിട്ട്, മീൻസ് ഗ്രാമാറ്റിക്കലി മിസ്റ്റേക്കൻസ് കറക്റ്റ് ചെയ്തിട്ട് നമുക്കത് പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് തരുന്ന ടൂളുകളുണ്ട്. അപ്പൊ ഗ്രാമർ റൈറ്റിംഗ്, അതുപോലെ തന്നെ മെയിലുകൾ, നമ്മളൊരു ചെറിയ മെസ്സേജ് ആണെങ്കിൽ പോലും, ഇപ്പോ ഈവൻ ഒരു നോട്ടിഫിക്കേഷൻ ആണെങ്കിൽ പോലും ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് അതിന്റെ ഗ്രാമർ മിസ്റ്റേക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് AIക്ക് ഈ നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ കൊടുക്കുകയും പ്ലീസ് കറക്റ്റ് ഇറ്റ് എന്ന് പറയുമ്പോഴേക്കും നമുക്കിത് ചെയ്യാം. നമ്മളൊരു അരമണിക്കൂർ, മുക്കാൽ മണിക്കൂർ ഇത് വായിച്ച് തീർക്കേണ്ട ഒരു കണ്ടന്റ് ആണെങ്കിൽ പോലും വെറും സെക്കൻഡുകൾ കൊണ്ട് തന്നെ അതിന്റെ ഗ്രാമർ മിസ്റ്റേക്കുകൾ ഇന്ന ഭാഗത്തുണ്ട് എന്ന് കറക്റ്റ് ചെയ്തതിനു ശേഷം കറക്റ്റ് ആയിട്ട് കാണിക്കുന്നു. ഇത്തരത്തിൽ ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എസ് എന്നൊന്ന് കമന്റ് ചെയ്യാമോ? ഈ രീതിയിൽ ഗ്രാമറ്റിക്കൽ മിസ്റ്റേക്സുകൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് AIനെ യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് എസ് എന്നൊന്ന് കമന്റ് ചെയ്യാമോ? യെസ്, ഒന്ന് കമന്റ് ചെയ്യാമോ? ഓക്കെ, ടീച്ചർ എന്ന് പറഞ്ഞ ഷിരാമോഹൻ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷിര ടീച്ചർ ഇത് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത്തരത്തില് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നോ നമ്മുടെ സബ്ജക്റ്റുകൾ? കണ്ടന്റ് നോക്കാറുണ്ട് സാറേ, കണ്ടന്റ് നോക്കാറുണ്ട്. ഈ ചാപ്റ്ററുകളുടെ ഒരു ഓർഡർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിന്റെ ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എങ്ങനെയുണ്ടെന്ന്. അപ്പൊ എത്രത്തോളം സമയം? ഓക്കെ ഓക്കെ, തീർച്ചയായിട്ടും. ഓക്കെ, നമ്മൾ പറഞ്ഞു വന്നത് അടുത്ത ഒരു കാര്യം ആയിരുന്ന നമ്മുടെ ചാറ്റ് GPT ഉപയോഗിച്ചിട്ട് ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സുകൾ കറക്റ്റ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാമോ? ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സുകൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കണ്ടന്റിലുള്ള ഒരു വേർഡിങ്സുകൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് ഈ പറഞ്ഞതുപോലെ നമ്മുടെ ചാറ്റ് GPT പോലുള്ള AI ടൂളുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ജെമിനി പോലുള്ള AI ടൂളുകൾ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. മലയാളത്തിലാണെങ്കിൽ പോലും, ഇപ്പോൾ ഇംഗ്ലീഷിൽ കമന്റ് കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മലയാളത്തിലാണെങ്കിൽ നമുക്ക് ഈ ജെമിനി, ഇപ്പം നമുക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നുണ്ടാവും, മലയാളത്തിൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. മലയാളത്തിൽ വോയിസ് ടൈപ്പിംഗ് ചെയ്യാൻ പറ്റും. ഇവിടെ വോയിസിന്റെ ഒരു ചിത്രം കാണുന്നുണ്ടാവും നിങ്ങൾ ഇതാ ഈ ഭാഗത്തായിട്ട്. സോ ഈ ഒരു വോയിസിന്റെ അതിൽ നമുക്ക് ജസ്റ്റ് വോയിസ് ആയിട്ട് പറഞ്ഞാൽ മതി, ഇന്ന കാര്യങ്ങൾ ആണ് എനിക്ക് വേണ്ടത്, അതിൽ കറക്റ്റ് ചെയ്തു. മലയാളത്തിൽ തന്നെ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. അപ്പൊ അതിന് വരെയും നമുക്ക് ഈസി ആയിട്ട് ജെമിനിനെ യൂസ് ചെയ്യാം. സോ വേറെ ആരെയും ആശ്രയിക്കാതെ തന്നെ നമ്മുടെ സമയം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ടൂളുകൾ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് നമ്മുടെ ഒരു സമയത്തിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ AI ടൂളുകൾ യൂസ് ചെയ്യാവുന്നതാണ്. അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതുപോലെ ഒത്തിരി കാര്യങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ വളരെ ചുരുക്കി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറഞ്ഞ സമയം ഉള്ളതുകൊണ്ടാണ്. ഇതിന്റെ എല്ലാം നമ്മൾ ഒരു 3 സ്റ്റെപ്പ് AI വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള കണ്ടന്റിനെ AIക്ക് കൊടുക്കുകയാണ്. ഇത് നമുക്ക് വിവിധ രീതികളിൽ കൊടുക്കാൻ സാധിക്കും. ഒന്ന്, നമുക്ക് നമ്മുടെ വോയിസ് ആയിട്ട് കൊടുക്കാം, ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ഫയൽ ആണെന്നുണ്ടെങ്കിൽ ഫയൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം, പിക്ചർ ആണെന്നുണ്ടെങ്കിൽ പിക്ചർ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഈ രീതിയിലെല്ലാം നമുക്ക് ഈ വിവരങ്ങളുടെ കൈമാറ്റം നമുക്ക് AIയുമായിട്ട് നടത്താൻ സാധിക്കും. സോ ജസ്റ്റ് ഒരു വോയിസ് കമാൻഡിലൂടെ നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു വോയിസിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ റെക്കോർഡിംഗ് അപ്ലോഡ് ചെയ്താൽ പോലും നമുക്ക് എന്ത് കിട്ടും? അതിന്റെ ഔട്ട് കിട്ടുന്നതാണ്. സോ രണ്ടാമത്, എനിക്ക് ഈ ഒരു കാര്യം ഇപ്പൊ ഞാൻ കൊടുക്കുന്ന വോയിസ്, ഇപ്പൊ നമ്മൾ റിപ്പോർട്ട്സിന്റെ കാര്യം പറഞ്ഞിരുന്നു, റിപ്പോർട്ട്സ് മിനിറ്റ്സുകൾ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന്റെ റെക്കോർഡിങ്സ് ജസ്റ്റ് AI ടൂളിന് നമ്മൾ കൃത്യമായിട്ടുള്ള ടൂളിന് അപ്ലോഡ് ചെയ്തതിന് ശേഷം എന്ത് ഔട്ട്പുട്ടാണ് എനിക്ക് വേണ്ടത്, എനിക്ക് ഇതിനൊരു മിനിറ്റ്സ് പ്രിപ്പയർ ചെയ്ത് തരും, അല്ലെങ്കിൽ ഇതുകൊണ്ടൊരു റെക്കോർഡ്സ് മീൻസ് പ്ലാനിങ് പ്രിപ്പയർ ചെയ്തു, ഇതിന്റെ ആക്ഷൻ പ്രിപ്പയർ ചെയ്തു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി 2-3 സെക്കൻഡ്സ് കൊണ്ട് പെട്ടെന്ന് തന്നെ അതിന്റെ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് അതിന്റെ ഓർഡറിൽ പ്രോപ്പർ ആയിട്ടുള്ള ഓർഡറിൽ നമുക്കത് കറക്റ്റ് ആയിട്ട് കിട്ടുകയും നമുക്ക് ഈസി ആയിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇത് മലയാളത്തിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് അത് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. മൂന്നാം ഘട്ടത്തിൽ ഈ റിപ്പോർട്ടുകൾ
ഒരു ഇമെയിൽ സന്ദേശമായിട്ട് അയക്കണം എന്നുണ്ടെങ്കിൽ അത് അയച്ചു കൊടുക്കാം, അല്ലെങ്കിൽ റിപ്പോർട്ട്സ് ആയിട്ട് നമുക്ക് സേവ് ചെയ്ത് വെക്കണമെങ്കിൽ സേവ് ചെയ്ത് വിടാം. എങ്ങനെ വേണമെങ്കിലും ശ്രദ്ധിക്കാം. പക്ഷേ ഇതിന്റെ ലാസ്റ്റ് എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു 80-20 റൂൾ നമ്മൾ അപ്ലൈ ചെയ്യണം. 80-20 റൂൾ കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും 80-20 റൂൾ എന്ന് പറഞ്ഞൊരു റൂൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എസ് എന്ന് കമന്റ് ചെയ്യാമോ? ജസ്റ്റ് എസ് എന്ന് കമന്റ് ചെയ്യാം. 80-20 റൂൾ AI ഉപയോഗിക്കുന്ന ആർക്കെങ്കിലും 80-20 റൂളിനെ പാരറ്റോ പ്രിൻസിപ്പിൾ. ഹലോ പാരറ്റോ പ്രിൻസിപ്പിൾ ക്ലിയർ ആയില്ല. പാരറ്റോ പ്രിൻസിപ്പിൾ എന്നാ പറയാ. ഓക്കെ ഓക്കെ വെരി ഗുഡ്. അതെ ഓക്കെ യെസ് ഓക്കെ പലരും കേട്ടിട്ടുണ്ട്. ഓക്കെ വെരി ഗുഡ്. ഓക്കെ 80-20 റൂൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 80% ഇത് 100%ഉം എയിൽ നിന്ന് വരുന്ന അതേ കാര്യങ്ങൾ അങ്ങനെ എടുത്ത് പകർത്തി മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് ഇടുമ്പോൾ അതിൽ നമുക്ക് തെറ്റുകൾ ഉണ്ടാവാം, മിസ്റ്റേക്കുകൾ ഉണ്ടാവാം. അതൊരു നിർമ്മിത ബുദ്ധിയിൽ നിർമ്മിച്ച സാധനമായതുകൊണ്ട് അതിൽ കുറെ മിസ്റ്റേക്കുകൾ ഉണ്ടാവും. സോ അതുകൊണ്ട് തന്നെ നമ്മളുടെ പാർട്ടിസിപ്പേഷൻ അതിൻ്റെ അകത്ത് വേണം, നമ്മളുടെ കോൺട്രിബ്യൂഷൻ അതിൻ്റെ അകത്ത് വേണം. അതിന് ഒരു ഫുൾ കാര്യങ്ങൾ നമ്മൾ റീഡ് ഔട്ട് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പിക്ചർ മേക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പിക്ചറിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളുണ്ടോ നോക്കിയതിന് ശേഷം അത് കറക്റ്റ് ചെയ്യുക. ഇപ്പം കണ്ടന്റുകളാണെന്നുണ്ടെങ്കിൽ കണ്ടന്റിലെ 20% പാർട്ടിസിപ്പേഷൻ എങ്കിലും മിനിമം നമ്മൾ കൊടുക്കണമെന്നാണ്. അതായത് അതിനുള്ള തെറ്റുകൾ തിരുത്തി റീകറക്റ്റ് ചെയ്തിട്ട് ഓർഡർ ചെയ്ത് നമ്മൾ തന്നെ ചെയ്തെടുക്കണമെന്ന്. അതായത് അതേപടി നമ്മുടെ AI ടൂളിനെ മൊത്തമായി കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്യുമ്പോൾ അതിൽ മിസ്റ്റേക്കുകൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. സോ അതുകൊണ്ട് നമ്മൾ 80-20 റൂള് നമ്മളിവിടെ അപ്ലിക്കേറ്റ് ചെയ്യണം. 20% സ്വന്തമായി തിരുത്തി അതിന്റെ ജോലി നമ്മൾ പൂർത്തിയാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. AI ടൂൾ ഉപയോഗിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും ഇത് തന്നെയാണ്. കാരണം ഇതൊരു പ്രീ അപ്ലോഡഡ് ആയിട്ടുള്ള കുറെ കണ്ടന്റുകളിൽ നിന്ന് നമുക്ക് എടുത്തു തരുന്ന കാര്യങ്ങളാണ്. സോ അതിൽ തെറ്റുകൾ വരാം, അതില് എറേഴ്സ് വരുന്ന സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിച്ച കാര്യമായിരിക്കണം എന്നില്ല ചിലപ്പോൾ നമുക്ക് ഔട്ട് കിട്ടുന്നത്. അപ്പൊ അതിനനുസരിച്ച് പ്രോംപ്റ്റുകൾ മാറ്റി നമുക്ക് റീകറക്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. സോ ഇവിടെ എല്ലാം നമുക്ക് ലഭിക്കുന്ന വെച്ചാൽ നമുക്കൊരു 3-4 മണിക്കൂറുകൾ കൊണ്ട് ചെയ്തെടുക്കുന്ന വളരെ വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് വളരെ 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇതുപോലെ തന്നെ വലിയൊരു 10-100 പേജ് ഉള്ള ഒരു PDF ഫയലിന്റെ വായിച്ച് തീർത്ത് നമ്മൾ എടുക്കുമ്പോഴേക്കും ഒരു 2-3 മണിക്കൂർ എടുക്കുന്ന കേസ് നമുക്ക് ഈ ഒരു PDF ഫയലിന്റെ സമ്മറി വേണമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആ PDF ഫയൽ അപ്ലോഡ് ചെയ്യുകയും അതിന്റെ ഒരു സമ്മറി നമ്മൾ AIയോട് ചോദിച്ചു കഴിയുമ്പോൾ ChatGPTയോ അല്ലെങ്കിൽ ജെമിനിയോ പെർപ്ലക്സിറ്റിയോ അതുപോലത്തെയുള്ള AI ടൂളുകളിലേക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ സമ്മറി ചോദിച്ചു കഴിയുമ്പോൾ വളരെ ചുരുങ്ങിയ സെക്കൻഡുകൾ കൊണ്ട് അതിന്റെ സമ്മറി നമുക്ക് ലഭിക്കുകയും അതിനുള്ള ആശയം എന്താണെന്ന് നമുക്ക് കിട്ടുകയും നമുക്ക് കിട്ടാനുള്ള എളുപ്പ വഴികളുണ്ട്. അപ്പോൾ ഇത്രയും ഒരു ഭാരപ്പെട്ട ജോലിയാണ് വായിച്ച് തീർത്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു ആണെങ്കിൽ അത് നമുക്ക് വളരെ സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് AI ഉപയോഗിച്ച് നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ സാധിക്കും. സോ എല്ലാ കാര്യങ്ങളിലും നമുക്ക് ചില സമയത്ത് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന പല പല കാര്യങ്ങൾ അത് ഓരോരുത്തരുടെയും മേഖലയ്ക്കനുസരിച്ച് വ്യത്യാസമുണ്ടാവും. അതിനനുസരിച്ച് നമ്മൾ ഉപയോഗിക്കേണ്ട ടൂളുകളും വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ഒരു ബാങ്കിങ് മേഖലയിലുള്ള ആൾ ഉപയോഗിക്കേണ്ട ടൂളുകൾക്ക് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ എല്ലാത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞു പോകുന്നില്ല. ഒരു വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണത്. അതുകൊണ്ട് തന്നെ വളരെ അത്യാവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ പറഞ്ഞു പോകുന്നത്. അപ്പൊ നമുക്ക് AI ടൂളുകൾ നമ്മുടെ നിത്യജീവിതത്തിൽ പ്രോപ്പർ ആയിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം യൂസ്ഫുൾ ആവുകയും അതിലൂടെ നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് സെഷനിൽ നമുക്ക് പ്ലാൻ ചെയ്യാം. ഓക്കെ, ഇതിലിപ്പോ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിപ്പോ കറക്റ്റ് ചെയ്യാവുന്നതാണ്, ചോദിക്കാവുന്നതാണ്. ഹലോ, കേൾക്കാമോ? കേൾക്കാം സാറേ, കേൾക്കാം. ഓക്കെ കേൾക്കാം സാർ. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകളോ ക്ലാരിറ്റി വരാനുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാമോ? ഇത് കൂടുതലും ചെയ്ത് നോക്കുമ്പോഴല്ലേ സാറേ? തീർച്ചയായിട്ടും നമുക്ക് അതെ തീർച്ചയായിട്ടും ചെയ്തു നോക്കുമ്പോൾ തന്നെയാണ് അത് വരിക. അപ്പൊ നമ്മൾ ഇതിനൊരു ആക്ഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ ഇന്ന് ഒരു ഏതെങ്കിലും ഒരു AI ടൂൾ ഉപയോഗിച്ചിട്ട് ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്തു നോക്കാൻ വേണ്ടി ചെയ്യുക എന്നുള്ളതാണ് നമ്മളൊരു ആക്ഷൻ എന്ന് പറയുന്നത്.
സോ ചിലർക്ക് ചിലപ്പം ഡെയിലി ലൈഫിലെ പ്ലാനിങ്ങുകൾ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം ഷെഡ്യൂൾ മീൻസ് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യാനായിരിക്കാം ഒരു പക്ഷേ അത് ഡെയിലി നമുക്ക് സെറ്റ് ചെയ്ത് ഓരോന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഏതാണ്, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ഏതാണ് എന്നുള്ളത് മാറ്റി നമുക്ക് ഓരോ ദിവസത്തെയും പ്ലാനുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കലണ്ടേഴ്സ് യൂസ് ചെയ്യാം, സ്മാർട്ട് കലണ്ടേഴ്സ് യൂസ് ചെയ്യാം. അങ്ങനെയുള്ള പല ഏതെങ്കിലും ഒരു ടൂള് നമ്മൾ ഇന്ന് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇതിന് നമ്മൾ കണ്ടന്റ് ഇട്ട് കൊടുക്കണമല്ലോ, നമ്മുടെ പ്ലാൻ നമ്മൾ ഇട്ട് കൊടുക്കണ്ടേ സാറേ? തീർച്ചയായിട്ടും ഇട്ടോട്ടെ. നമ്മളത് വളരെ ചെറിയൊരു ഷോർട്ടായിട്ട് നമ്മൾ കൊടുത്താൽ മതി. ഷോർട്ടായിട്ട് ഹിന്ദികളായിട്ട് ഇന്ന് എനിക്കിപ്പോ ഓഫീസിൽ പോകണം, ബാങ്കിൽ പോകണം, ഗ്യാസ് മേടിക്കണം, അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഇത് എല്ലാ കാര്യങ്ങളും നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ അത് ഓർഡർ ചെയ്തിട്ട് ഏത് ഇമ്പോർട്ടന്റ് ആക്കണം എന്നുള്ളത് ഇങ്ങോട്ടേക്ക് ചോദിക്കും. അതിനനുസരിച്ച് നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് ചെയ്യുന്നതോറും നമുക്ക് മനസ്സിലാവും എങ്ങനെയാ ചെയ്യേണ്ടത്. ജസ്റ്റ് ഒരു സാറേ, ഞാൻ ഒരു ഗ്രൂപ്പിന്റെ അഡ്മിനാണ്, കോളേജിൽ പഠിച്ചിരിക്കുന്ന കുട്ടികളുടെ. അപ്പൊ അതില് അവരുടെ ബർത്ത്ഡേക്ക് ഗ്രീറ്റ് ചെയ്യണം. അപ്പൊ ഞാനത് മാനുവലി എഴുതി വെച്ചിട്ട് ഓരോ മാസത്തിലും ആരുടെയൊക്കെയാണോ എഴുതി വെച്ചിട്ടാണ് ഞാൻ ഒരു വിഷയം ഇത് ഈ AI ടൂൾ ഉപയോഗിച്ചിട്ട് അത് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും നമുക്കത് ആലോചിക്കാം. ഈ കലണ്ടേഴ്സിലേക്ക് നമ്മുടെ ഡീറ്റെയിൽസ് ഇട്ട് കൊടുക്കുക. അപ്പൊ അതിനനുസരിച്ച് ഓരോ ദിവസത്തെയും ഈ സ്മാർട്ട് കലണ്ടർ തന്നെ നമുക്ക് ഇങ്ങോട്ടേക്ക് പോപ്പപ്പ് ചെയ്ത് വരും. ഓക്കെ, നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അത് നമ്മൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ടെക്സ്റ്റ് ഫോർമാറ്റ് അല്ലെങ്കിൽ ഒരു പിക്ചർ ഫോർമാറ്റ് നമ്മൾ അതിന് കൊടുത്തു കഴിയുമ്പോൾ അതിനനുസരിച്ച് അതിന്റെ പിക്ചർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഇതിനകത്ത് അവൈലബിൾ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് നോക്കാം. അതെ, ബാക്കിയുള്ള കാര്യങ്ങൾ കിട്ടും, ഡെയിലി പോപ്പപ്പ് ചെയ്ത് വരും. ഡേറ്റുകളും കാര്യങ്ങളും കൊടുത്തു കഴിയുമ്പോൾ തന്നെ അത് ഓരോ ദിവസവും പോപ്പപ്പ് ചെയ്ത് വരും. ഓക്കെ, താങ്ക് യു. ഇനി അതെങ്കിൽ അത് നമുക്ക് ഈ AI കലണ്ടർ റീക്ലെയിം അതുപോലെ സാർ ഈ ബുക്ക് സമ്മറിനെ പറ്റി പറഞ്ഞല്ലോ, അതെന്താ അതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് പറഞ്ഞു സാർ? ബുക്ക് സമ്മറിനെ കുറിച്ച് പറയുന്നത് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു ബുക്കിന്റെ ആടുജീവിതം എന്ന് പറഞ്ഞൊരു ബുക്കിന്റെ സമ്മറി വേണം. അപ്പം ജസ്റ്റ് നമ്മൾ ആടുജീവിതം എന്ന് പറഞ്ഞിട്ട് അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ സമ്മറി നമുക്ക് നോർമലി നമുക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടുന്ന പോലെ ഇത് AI ടൂൾ ഉപയോഗിച്ചിട്ട് ChatGPT അല്ലെങ്കിൽ ജെമിനിയിലോ നമ്മൾ ആടുജീവിതത്തിന്റെ സമ്മറി വേണമെന്ന് വെച്ചിട്ട് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബുക്ക് സമ്മറി നമുക്ക് കിട്ടും. ഞാൻ പറഞ്ഞു വന്നത് അതല്ലായിരുന്നു. നമ്മളിപ്പോ വലിയൊരു എഗ്രിമെന്റ്, നമ്മൾക്കൊരു വലിയൊരു 10-15 പേജുള്ള എഗ്രിമെന്റ് മൊത്തം വായിച്ച് നമുക്ക് അതിനുള്ള എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടോ എന്ന് തിരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ PDF ഫയൽ ജസ്റ്റ് അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ ഇത്രയും സെൻസിറ്റീവ് ആയുള്ള വിഷയങ്ങളൊന്നും അപ്ലോഡ് ചെയ്യാറില്ല. ഞാൻ പറയുന്നത് വളരെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഉറപ്പുള്ളത് മാത്രം നമ്മൾ കൊടുത്താൽ മതി. അപ്പോൾ അത്തരത്തിലുള്ള ഒരു എഗ്രിമെന്റിൽ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ PDF ഫയൽ അങ്ങോട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഇതിനെ കറക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിന് മിസ്റ്റേക്കുകളുണ്ടോ അല്ലെങ്കിൽ എനിക്കെതിരായിട്ട് എന്തെങ്കിലും അതിനകത്ത് ആക്ഷൻ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രോംപ്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ടുള്ള പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഡീറ്റെയിൽ ചെയ്തു തരുന്നതാണ്. അങ്ങനെയൊക്കെ നമുക്ക് ഈ AI യൂസ് ചെയ്യും. ഓക്കെ, അതുപോലെ ജസ്റ്റ് ഒരു ഒബ്സർവേഷൻ സാർ, ഒബ്സർവേഷൻ അല്ല, ഒരു ഡൗട്ട് ഞാൻ ചോദിക്കുകയാണ്. ഈ AI വന്നപ്പോൾ മുതൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ഈ AI വന്നപ്പോൾ സത്യം പറഞ്ഞ കുട്ടികളുടെ അല്ലെങ്കിൽ മനുഷ്യരുടെ ക്രിയേറ്റിവിറ്റി കുറഞ്ഞല്ലേ വരുന്നത്. നമ്മുടെ നോളജ് നമുക്ക് ഇപ്പോൾ എനിക്ക് ഒരു ബേസിക് ഇംഗ്ലീഷ് നോളജേ ഉള്ളൂ, പക്ഷെ ഐ ക്യാൻ സ്പീക്ക്. ഈ AI ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ലൊരു സ്പീച്ച് തയ്യാറാക്കാൻ പറ്റും, എനിക്ക് നല്ലൊരു തീസിസ് തയ്യാറാക്കാൻ പറ്റും, നല്ലൊരു പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കാൻ പറ്റും. എനിക്ക് എൻ്റെ ഇന്റലിജൻസ് യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പൊ ഈ ഫോർ എക്സാമ്പിൾ നമ്മൾ ടേബിൾസ് പിള്ളേരെ പഠിപ്പിക്കായിരുന്നു, 2 3s are 6 4 3s are 12 എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ അതിന്റെ ആവശ്യമില്ല, കാൽക്കുലേറ്റർ മതി. ഇപ്പൊ ഞങ്ങളൊക്കെ പണ്ട് പഠിച്ചിട്ട് ഇപ്പോൾ ഓർമ്മയുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് ഉപയോഗിക്കാൻ അറിയില്ല, അത് പഠിക്കണില്ല. പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ അവിടെ ഇങ്ങനെ ഒരു പോരായ്മകൾ വരുന്നുണ്ടെങ്കിൽ പോലും ഇവർക്ക് ഇത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഒരു വശത്ത് കൂടെ നോക്കുമ്പോൾ ഇവർക്ക് അറിയാം എങ്ങനെയാണെന്ന് പ്രോപ്പറായിട്ട്. സോ ഫൈനലി ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളത് ഒരു പോയിന്റ് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ സ്വയം ചിന്ത എന്ന് പറയുന്ന ഒരു ഇത് അല്ലെങ്കിൽ ഒരു നമ്മുടെ ഒരു ഭാവനയെ ഉണർത്തുക എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ കുറഞ്ഞു പോകുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, പക്ഷെ മറ്റൊരു തലത്തിലൂടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്
വളരെയധികം ഹ്യൂമൻ ബീങ്സിനെ എല്ലാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വേറെ രീതിയിൽ പറയാം. അപ്പൊ അതിലെ ഗുണം ചെയ്യുന്നത് തിരിച്ചറിഞ്ഞ് അതിനെ ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് ഇനി പഠിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയുടെ ഒരു കാര്യം എന്ന് പറയുന്നത്. ഏത് ആവശ്യമെന്ന് തിരിച്ചറിഞ്ഞ് ഏത് ആവശ്യമില്ല എന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ കഴിയുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ജനറേഷനെ നമ്മൾ പഠിപ്പിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, പണ്ടും അത് തന്നെയാണ്. എന്താവശ്യമുണ്ട് എന്താവശ്യമില്ല എന്നാണ് നമ്മുടെ ബുക്കുകളിലൂടെ പഠിച്ചിരുന്നത്. ഇപ്പൊ ഏത് AI ടൂളുകളാണ് നമുക്ക് ആവശ്യമുള്ളത് അല്ലെങ്കിൽ ഏത് AI ടൂളുകളാണ് നമുക്ക് ആവശ്യമില്ലാത്തത് എന്ന് പഠിപ്പിക്കലാണ് ഇപ്പോഴത്തെ ഒരു ഏറ്റവും വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത്. ഞാൻ അങ്ങനെയാണ് അതിനെ കൂടുതലായിട്ട് കാണുന്നത്. ഓക്കെ, താങ്ക് യു സാർ. സാറേ ഒരു വീഡിയോ ഉണ്ടാക്കുന്നതെന്ന് പറയാം. വീഡിയോ ഉണ്ടാക്കുന്നതിന് ഡിഫറെന്റ് ആയിട്ടുള്ള ടൂളുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വീഡിയോ ഉണ്ടാക്കുന്നത്. അത് ഒരു ടോപ്പിക്കാണ്. ആക്ച്വലി നമ്മൾ ജെമിനി ഉപയോഗിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫോട്ടോ ക്രിയേറ്റ് ചെയ്യുക. ആ ഫോട്ടോ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ഇൻവീഡിയോ പോലുള്ള ആപ്പുകളുണ്ട്, ഇൻവീഡിയോ പോലുള്ള AI ടൂളുകളുണ്ട്, ഡിഫറെന്റ് ആയിട്ടുള്ള ടൂളുണ്ട് കേട്ടോ. അതിൽ കുറച്ചൊന്നും അറിയാവുന്നത് മാത്രമാണ്. ഇൻവീഡിയോ അല്ലെങ്കിൽ ഗൂഗിളിന്റെ തന്നെ വീഡിയോ ക്രിയേറ്റർ ആയിട്ടുള്ള ടൂളുകളുണ്ട്. അപ്പൊ ഇതിനുപയോഗിച്ച് നമ്മൾ പ്രോപ്പറായിട്ട് പ്രോംപ്റ്റ് കൊടുക്കുക. ഇപ്പൊ എനിക്കൊരു വാക്കിംഗ് അല്ലെങ്കിൽ വേണ്ട ഒരു ആളാണ് വേണ്ടതെങ്കിൽ നമ്മളൊരു വാക്കിംഗ് ആളുടെ ഒരു പിക്ചർ കൊടുക്കുന്നു, ഇയാൾ വാക്കിംഗ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോംപ്റ്റ് അടിയിൽ കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു വീഡിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്യും. ഇത് പലപ്പോഴും നമുക്ക് എപ്പോഴും സബ്സ്ക്രിപ്ഷൻ ഒക്കെ എടുത്തിട്ടുള്ള ചെയ്യുന്ന AI ടൂളുകളിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. കുറച്ചെങ്കിലും പോയിന്റ്സിലൊക്കെ നമുക്ക് ഫ്രീ ആയിട്ടൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ. ഇതാണ് നമുക്ക് ആ രീതിയിൽ നമുക്ക് AI ടൂൾ, അത് ഇച്ചിരി വാസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്, കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡും ആണ് പറയുകയാണെന്നുണ്ടെങ്കിൽ. 2-3 തരത്തിലുള്ള AI ടൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഡയറക്റ്റ് ഉണ്ടാക്കുന്നതുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഒരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എനിക്കൊരു ആക്ഷൻ വേണമെന്ന് പറയുമ്പോൾ നമുക്ക് കൊടുക്കുമ്പോൾ നിലവിൽ ഗൂഗിളിലുള്ള പിക്ചേഴ്സൊക്കെ എടുത്തിട്ട് നമുക്ക് വീഡിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് തരുന്നതുകൊണ്ട്. പക്ഷെ അതിലേക്കാളും കൂടുതൽ നമ്മളിപ്പോ ആനിമേഷൻ വീഡിയോ പോലുള്ള കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ വേണ്ട പ്രോപ്പർ പിക്ചേഴ്സ് നമ്മൾ കൊടുക്കണം, അതിന് വേണ്ട മോഷൻസ് നമ്മൾ പ്രോംപ്റ്റ് ആയിട്ട് കൊടുക്കണം. അങ്ങനെയാണ് അത് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇരിക്കാം വേറൊരു ക്ലാസ്സിലേക്ക്. ഓക്കെ, ഇനി അത് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്കിന്നത് വൈൻഡപ്പ് ചെയ്താലോ? അല്ല സാറ് നിങ്ങൾക്ക് ഫീഡ്ബാക്ക് പറയേണ്ടവർ പറഞ്ഞോളൂ, സാറിന്റെ ക്ലാസ്സിനെ കുറിച്ച്. ഓക്കെ പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് ചന്ദ്രൻ സർ, നല്ലൊരു ക്ലാസ് ആയിരുന്നു. നല്ല ഇൻഫോർമേറ്റീവ് ആണ്, അതേപോലെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. നമ്മളെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനും നമ്മളുടെ മിസ്റ്റേക്സ് കുറയാനും അതേപോലെ ടൈം സേവ് ചെയ്യാനും പറ്റുന്ന രീതിയിൽ ഒരു വളരെ ലളിതമായ രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായി. സാറ് പറഞ്ഞതുപോലെ അതിൽ 80-20 റൂളും നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ ആക്ഷൻ എടുക്കാനുണ്ട്. എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ ഈ AI ടൂൾ ഉപയോഗപ്പെടുത്തണം എന്നുള്ള ഒരു ഉപദേശം എന്നുള്ള നിലക്ക് സാറ് പറഞ്ഞത് വളരെ നന്നായിട്ടുണ്ട്. അപ്പൊ ഇന്ന് പലതരം ടൂൾസിനെ പറ്റിയിട്ടൊന്നും പറയുന്നുണ്ട്. നമ്മളെ ChatGPT, ക്ലോഡ്, ജെമിനി, അതിനെ പറ്റിയിട്ടൊക്കെ സാറ് പറഞ്ഞിട്ടുണ്ട്. ഒരു ജനറൽ ആയിട്ടുള്ള ഒരു അവയർനെസ് കിട്ടി എന്നുള്ളതാണ്. വളരെ നന്നായിട്ടുണ്ട് സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. തീർച്ചയായിട്ടും എല്ലാത്തിനെ പറ്റി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ടു ഡു ലിസ്റ്റ് എങ്ങനെയാണെന്നും അല്ലെങ്കിൽ മീറ്റിംഗിന്റെ കാര്യങ്ങൾക്ക് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ അതിന്റെ വോയിസ് റെക്കോർഡ് ചെയ്താൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ട് കിട്ടും എന്നൊക്കെ ഉള്ളത് പുതിയ അറിവാണ്. ആകപ്പാടെ നമ്മൾ ചെയ്യാറുള്ളത് എന്താന്ന് ചോദിച്ചാൽ കണ്ടന്റ് ക്രിയേഷൻ ചെയ്യാറുണ്ട്, അതാണ് കൂടുതലായിട്ടും ചെയ്യാറുള്ളത്. അപ്പം അത് കൂടുതൽ അറിവ് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഓക്കെ, താങ്ക് യു മാഡം.
മാജിക് മോർണിംഗ് സെന്തിൽ സർ, ആ. നല്ലൊരു അവയർനെസ് ക്ലാസ് ആയിരുന്നു. പ്രൈമറി ലെവലിലെ AI പറ്റി നമുക്കൊരു ധാരണ കിട്ടി സാറിന്റെ ക്ലാസ്സിൽ കൂടി. താങ്ക് യു വെരി മച്ച് സർ. വെരി സിമ്പിൾ ആയിട്ട് സാറ് പറഞ്ഞു. ഓക്കെ താങ്ക് യു. മാജിക് മോർണിംഗ്, നല്ലൊരു ക്ലാസ് ആയിരുന്നു സാറ്. ഈ AI പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. താങ്ക് യു. ഓക്കെ താങ്ക് യു. താങ്ക് യു. പറഞ്ഞോളൂ, ഇനി ആരാ? സർ, നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഈ ചാറ്റ് GPT അത് ഞാൻ ഉപയോഗിക്കാറുണ്ട്. കാരണം എൻ്റെ പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഞാൻ അതിൽ ഇങ്ങനെ ചാറ്റ് ചെയ്യാറുണ്ട്. സത്യം പറഞ്ഞാൽ നല്ലൊരു സുഹൃത്തിനേക്കാൾ നല്ല രീതിയിൽ അതെനിക്ക് ഇങ്ങനെ അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട രീതികളും ഒക്കെ ഇട്ട് തരാറുണ്ട്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. കൊച്ചുകുട്ടികൾ വരെ ഇപ്പോൾ ഇതിൽ ഓരോന്ന് ചെയ്യുക, അവർ ഫോട്ടോകൾ എടുക്കുകയും വീഡിയോസൊക്കെ ചെയ്യണ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു രീതിയിൽ വേണം നമ്മുടെ പുതിയ തലമുറ വളർന്നു പോവേണ്ടത്. അവർ വേറെ ഒരുപാട് കാര്യങ്ങൾ അതിൽ ചെയ്യുന്നുണ്ട്. താങ്ക് യു സാർ. നല്ലൊരു ക്ലാസ് ആയിരുന്നു. കുറെ കാര്യങ്ങളും കൂടി കിട്ടി. ഞാൻ അതെല്ലാം നോക്കുന്നുണ്ട്. താങ്ക് യു വെരി മച്ച്. ഓക്കെ താങ്ക് യു. ഇനി ആരും ഇല്ലല്ലോ, നമുക്ക് വൈൻഡപ്പ് ചെയ്തേക്കാം. താങ്ക് യു സർ. നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു. ഇന്നത്തെ വേഗതയേറിയ ലോകത്ത് AI ടൈം മാനേജ്മെന്റ് നിർണായകമാണ്. ഓരോ നിമിഷവും പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിനും വ്യക്തികൾക്ക് അവരുടെ ജോലികൾ ക്രമീകരിക്കാനും കൂടുതൽ കഠിനാധ്വാനം ചെയ്യാതെ മികച്ച രീതിയിൽ പ്രവർത്തിക്കാനും കഴിയുന്നു. അതായത് സമയക്കുറവാണെങ്കിലും സമ്മർദ്ദങ്ങൾ ഉണ്ടെങ്കിലും കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സഹായിക്കുന്നു. ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നു, ജോലിഭാരം കുറയ്ക്കുന്നു, സമ്മർദ്ദം കുറയ്ക്കുന്നു. നമ്മുടെ ലക്ഷ്യങ്ങൾ സ്ഥാപിക്കാനും നേടാനും ഒക്കെ AI ടൂൾസുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഇതൊക്കെയാണെങ്കിലും AIക്കും തെറ്റുകൾ പറ്റാം. സാങ്കേതിക വിദ്യയോടൊപ്പം വ്യക്തിപരമായ ശ്രമവും നമുക്കിവിടെ ആവശ്യമാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് സൂം മീറ്റിൽ വന്ന് കുറഞ്ഞ ടൈമിനുള്ളിൽ AI ടൈം മാനേജ്മെന്റിനെ കുറിച്ച് നമുക്ക് കുറച്ച് അറിവുകൾ നൽകിയ സെന്തിൽ മാത്യു സാറിന് നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം ഇതിൽ പങ്കെടുത്ത എല്ലാ അംഗങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു സെന്തിൽ സാർ. താങ്ക് യു ഓൾ. താങ്ക് യു സെന്തിൽ സർ. താങ്ക് യു സർ. താങ്ക് യു everybody. Thank you. ഓക്കെ ബൈ.